ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വലിയൊരു സുഹൃത്താണ്, ഷിഹാബ് എന്നാണ് പേര്. ഒരു 4 വർഷം അല്ലെങ്കിൽ 3 വർഷം അതിന് മുമ്പ് ഞങ്ങൾ മാമലക്കണ്ടത്ത് ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടാണ്. പുള്ളി കോഴിക്കോട്ടുകാരനാണ്, മുക്കംകാരനാണ്. അപ്പം അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിനിടയ്ക്ക് ഒരു ദിവസം പെരുമ്പാവൂർ വന്ന പുള്ളി നമ്മുടെ കടയിൽ കയറിയായിരുന്നു. അങ്ങനെ കണ്ട് സംസാരിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം 2026 ഇന്ന് പുള്ളി വീട്ടിലേക്ക് വന്നേക്കാണ്. നമുക്ക് സുഖമല്ലേ? സുഖമല്ലേ? ഇത് തിരക്കിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. മുക്കത്തുനിന്നല്ലേ പറയണത്? നമ്മൾ എത്ര നാൾ മുമ്പ് കണ്ടേക്കണേ? ഇതിനു മുമ്പ് ഒരു 3-4 വർഷം മുമ്പ്. 4 വർഷം മുമ്പ് അല്ലേ? എവിടെയുണ്ടേ? അത് മാമലക്കണ്ടം. അന്ന് ആളുടെ കയ്യിൽ ആപ്പിളിന്റെ ഒരു ഫോൺ ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലന്ന് ചെറിയൊരു ഫോൺ. അപ്പൊ എനിക്കൊരു ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന് അന്ന് എനിക്കത് അയച്ചിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത്രയും അന്ന് രാത്രി തന്നെ അടുത്ത ദിവസം കൊണ്ട് എനിക്ക് അയച്ചു തന്നു. അതിനുശേഷം ഉണ്ടായ ഒരു സൗഹൃദമാണ്. പിന്നെ എന്താ, ഒരുപാട് എന്നും വിളിക്കാറില്ലെങ്കിലും വല്ലപ്പോഴും ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം സംസാരിച്ച ആളുടെ കഥയിൽ ഒരു ഇന്ത്യ എത്ര തവണ ഏകദേശം സഞ്ചരിച്ചിട്ടുണ്ടാവും? 6 തവണ ഇന്ത്യ സഞ്ചരിച്ച ഒരു സഞ്ചാരിയാണ് ഇപ്പൊ എന്റെ വീട്ടിൽ ഇരിക്കുന്നത്. ആ എക്സ്പീരിയൻസുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊതിച്ചിട്ടുണ്ട് ഒരുപാട്. എന്റെ സ്വപ്നമായ ഹിമാലയത്തിലേക്കും പോകാനുള്ള കഥകളിലൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഇൻഷാല്ലാ നടക്കട്ടെ. കണ്ടതിന് സന്തോഷം തന്നെ. നമുക്ക് വേറൊരു കൂട്ടുകാർ കൂടി എത്തിയിട്ടുണ്ട്, കോലഞ്ചേരിയിൽ നിന്നും. പ്രിപ്പയർ ചെയ്യാൻ എന്നിട്ടുള്ളത് നിനക്ക്? നിന്റെ ഈ ഗ്ലാമർ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ഓഡിയൻസ് വീഴും. ജൂനിയറും ഉണ്ട്. അങ്ങനെ ഷിഹാബിനെയും കൊണ്ട് ഞാൻ എൻ്റെ പുലിയണിപ്പാറയിലേക്ക് എത്തി. എൻ്റെ അല്ല, നമ്മുടെ പുലിയണിപ്പാറയിലേക്ക്. ഇവിടുത്തെ സൂര്യൻ ചുവന്ന് കൊടുത്തു വെക്കണത് എങ്ങനെയുണ്ട്? അടിപൊളി, ഒന്നും പറയാനില്ല. ഫോണൊന്ന് പിടിക്കോ? ഓക്കെ അല്ലേ? വേറെ ഷിഹാംക മാത്രമല്ല, എൽദോസും ഉണ്ട് എന്റെ കൂട്ടുകാരൻ. എന്നാ പിടിച്ചോ. കാനഡയാണ്. അവിടെ ഇട്ടോ. രാജകീയമായ എൻട്രി. ദുർഗാദേവിയാണ് ഇവിടെ. ദുർഗാദേവി ഉണ്ട്, ബാലഭദ്ര ഉണ്ട്. കാനഡയാണോ യു കെ ആണോ? യു കെന്ന് ഇന്നലെ വന്നോളൂ. വന്ന വഴി നമ്മുടെ നാട്ടിലേക്ക് വന്നു. എന്താ ചെയ്യാ, നമ്മുടെ നാട് ഇത്ര സുന്ദരമായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ജൂനിയർ എൽദോസ് ഉണ്ട് ഇവിടെ. ഉറക്കത്തിന്റെ ബാക്കിയില്ല. അതേ സൂര്യൻ മോനെ, സൂര്യൻ ചുവന്ന് കൊടുത്തേക്കണേ. ഏ ഇങ്ങോട്ട് നോക്കിയേ. ബാ, ഉറങ്ങിയില്ലടാ. ഈ ക്ലൈമറ്റ് വേരിയേഷൻ ഒക്കെ പെട്ടെന്ന് ഇന്ന് 34-35 ഡിഗ്രി ചൂടുണ്ടായിരുന്നു. ഓ, നല്ല രസമായിട്ടുണ്ടല്ലോ സൂര്യൻ. സൈക്കിളിട്ട് വരാറില്ല, ബൈക്കിന്. യു കെന്ന് വന്നൊരു ഹാപ്പി അല്ലേ? കോഴിക്കോട് നിന്ന് ഷിഹാംക്ക് ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. അപ്പൊ ഞാനും ഹാപ്പിയാ. ഇപ്പൊ വന്നിപ്പോ ഇവര് ഭയങ്കര കൂട്ടായി. അപ്പൊ ഞാനിപ്പോ ഔട്ടായി. ഓരോ യാത്രകളുമാണല്ലോ ഓരോ ബന്ധങ്ങളുടെ തുടക്കം. മൈൻഡ് കൂടിയിട്ട് ഒരു എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്താ പറയാ, ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. എൻ്റെ യാത്രയിൽ കണ്ടൊരു നല്ലൊരു സുഹൃത്താണ് ഷിഹാംക. നമുക്ക് 5 വർഷമായി ഉണ്ടാവും കണ്ടിട്ട്. അതിനിടയിൽ 1 വർഷം കണ്ടു. 5 വർഷത്തിനിടയിൽ ഒരു തവണ പെരുമ്പാവൂർ വന്നപ്പോൾ ആൾ കടയിൽ കയറി അങ്ങനെ കണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്, വീട്ടിലേക്ക് വന്നത്. എൽദോസും അതുപോലെ യു കെക്ക് പോയിട്ട് അവൻ കാണുന്നത് ഇപ്പോഴാണ്. അവൻ്റെ കുട്ടിയുടെ മാമോദീസ ചേർന്ന് കഴിഞ്ഞ ആഴ്ച. പക്ഷെ പോകാൻ പറ്റില്ല. ഞാനപ്പോൾ ഇന്ന് ഈ എന്നെ ആഴ്ചയെന്നും വിചാരിച്ച് വിളിച്ചാണ്. പക്ഷേ കഴിഞ്ഞായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വാ. അങ്ങനെ വന്നതാണ്. നല്ല സന്തോഷം നിറഞ്ഞ കുറേ നിമിഷങ്ങൾ.
പാറ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് എവിടെ ഇപ്പൊ ഉള്ളേ? നമ്മുടെ കൂട്ടുകാരന്റെ വീട് അത് എവിടെ? സ്ഥലം ഏതാ? സ്ഥലം പെരുമ്പാവൂര്. ഇവിടെ സ്ഥലത്തിന് വരുന്നായിരുന്നു കോടനാട്. കോടനാട്. യെസ്. നമ്മള് കഴിഞ്ഞ ദിവസം പോയ പള്ളി. യെസ്. അവിടെ കടവിലല്ലായിരുന്നു ഇന്നലെ ഇറങ്ങിയേ? നമ്മളിറങ്ങിയടോ അവിടെ. അത് കണ്ട അവിടെ ആറാട്ടടവ് എന്ന് പറയും. ഇത്രയും ദൂര. അടിപൊളി കേട്ടോ, സൂപ്പർ. What about my morning activity? ഇഷ്ടപ്പെട്ടോ? എന്താ ഒരു സുഖം, സൂപ്പർ. ദിസ് ഈസ് മൈ നാട്, ഇതാണ് എന്റെ നാട്.